അടുത്തത് തുലാക്കൂറാണ്. ലിബ്ര എന്നാണ് അതിനെ വിളിക്കുക. ചിത്തിരയുടെ അവസാനത്തെ 2 പാദങ്ങളും ചോതിയും വിശാഖത്തിൽ മുക്കാല്, അതായത് 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. തുലാക്കൂറുകാർക്ക് ഭാഗ്യവും ഉണ്ടാവും, കരിയറിൽ അല്ലെങ്കിൽ പ്രൊഫഷണലിൽ കുറേയേറെ ഗ്രോത്തും ഉണ്ടാകുന്ന ഒരു കാലമാണ്. വ്യാഴം 10ലാണ്. 10 എത്തുമ്പോഴത്തോടുകൂടി ഈ കർമ്മഭാവത്തിൽ വളരെ പുഷ്ടിയുണ്ടാകും. ജൂൺ മാസം അവസാനം 9, 10 തീയതികളിലൊക്കെ 9ാം ഭാവത്തിലെ ബുധൻ ൻ്റെ പ്രഭാവം കൊണ്ട് ചില നൂതനമായിട്ടുള്ള പദ്ധതികൾ പഠിക്കുക, പുതിയ ലേണിംഗ് അവസരങ്ങളുണ്ടാവുക, ഹയർ എഡ്യൂക്കേഷനുള്ള സൗകര്യങ്ങളോ ഒക്കെ ഉണ്ടാവുക, ഗൈഡൻസ് ഉണ്ടാവുക, ഇതൊക്കെയും സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെടുത്ത തീരുമാനങ്ങൾ നേരിട്ട് നമ്മുടെ ആ കരിയറിനെ ബാധിക്കത്തക്ക വിധത്തിലായിരിക്കും മുൻകൂട്ടി ചെയ്തിരുന്നതായിട്ടുള്ള അതിൻ്റെ ഫലം അനുഭവിക്കാനുള്ളൊരു യോഗമാണ് ഇപ്പോൾ കാണുന്നത്. ജൂൺ 11-ന് വലിയ ഒരു റെക്കഗ്നീഷൻ, അതുപോലെ പുതിയ അതോറിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അതൊക്കെ ജീവിതത്തിൽ വന്ന് ചേരുന്നതായിട്ട് കാണാം. ഇതൊരു ടേണിംഗ് പോയിൻ്റ് പോലെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആഴ്ചയുടെ അവസാനം കുറച്ച് വർക്ക് ലോഡ് കൂടാൻ സാധ്യതയുണ്ട്. അതൊക്കെ വിജയകരമായിട്ട് കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കും. ധനകാര്യത്തിലും ധനപരമായിട്ട് ചില വർധനകളും അനുകൂലം തന്നെയാണ്. കുടുംബജീവിതത്തിൽ സമാധാനത്തോടുകൂടി വർത്തിക്കാൻ സാധിക്കും. മറ്റ് ദോഷങ്ങളൊന്നും കാണുന്നില്ല. ആരോഗ്യവും ഇവർക്ക് അനുകൂലം തന്നെയാണ്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് ദുർഗാദേവി പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഭഗവത് സേവ ചെയ്യുക, ദുർഗാപൂജ ചെയ്യുക, ദുർഗാദേവി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. വെള്ളിയാഴ്ച ദിവസം പായസാദി വിശേഷ നിവേദ്യങ്ങളോടുകൂടി പൂജ നടത്തുന്നതും ദേവിക്ക് പൂജ നടത്തുന്നതുമൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യുന്നതാണ്.